തിരക്കിൽ നിന്നും തിരക്കിലേക്ക് നീങ്ങുന്ന നഗരജീവിതം. പല പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ. എന്നാൽ ഇതിലൊന്നും തന്നെ പെടാത്തൊരു കൂട്ടരെയും ഇന്ന് നമുക്ക് ഈ നഗരത്തിൽ കാണാം. ഗ്രാജുവേറ്റ്സ്, ഒരു കൂട്ടം ഗ്രാജുവേറ്റ്സ്. ഒരിക്കൽ ആരോ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഇന്നൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെന്ന് കൊള്ളുന്നത് ഒരു ബിടെക്കാരൻ്റെ തലയിലായിരിക്കും എന്ന്. കാര്യം തമാശയല്ല. ഒരു കൊല്ലം കൊണ്ട് ലക്ഷക്കണക്കിന് ബിടെക് ഗ്രാജുവേറ്റ്സ് ആണ് പഠിച്ചിറങ്ങുന്നത്. എന്നാൽ ഇവർക്കുള്ള തൊഴിലവസരങ്ങളോ വെറും ആയിരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു. എന്തായാലും ഈ കഥ ഒരു ബിടെക് ഗ്രാജുവേറ്റിൻ്റെ കഥയാണ്. അജു എന്ന് വിളിപ്പേരുള്ള അജിത് കൃഷ്ണ എന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ എൻ്റെ കഥ. ഏതൊരു ബിടെക്കാരൻ്റെയും ജീവിതത്തിൽ മിക്കവാറും ഉണ്ടാകുന്നൊരു കാലമുണ്ട്. എനിക്കുണ്ടായിരുന്നു അങ്ങനൊരു കാലം, ഒരു 1.5 കാലം. കുരുത്തം കെട്ടവൻ. നാട്ടില് മൊത്തം സൂര്യൻ ഉദിച്ചു. ഇവിടെ ഒരുത്തന്റെ സൂര്യൻ ഉദിച്ചിട്ടും അവൻ എണീക്കാറായിട്ടില്ല. ഓ, ആ സുമതിയുടെ മോൻ ജോലിയായിട്ട് അവരുടെ വീട് പണി തുടങ്ങി. കഴുത. ഇവൻ എന്താണ് അവ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തത്? കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? രാത്രി വരെ എന്തോ വലിയ ഉദ്യോഗം കഴിഞ്ഞ് കിടക്കുന്ന പോലെയുണ്ട്. എന്റെ ഒരു തലവിധി. എല്ലാവരുടെയും മുന്നിൽ മോന്റെ കാര്യം ഈ കേൾക്കുന്ന ഡയലോഗിനുടമയാണ് എന്റെ പുന്നാര അമ്മ. ഓ, അലാറൊക്കെ കേട്ട് എന്റെ കാലം മറന്നു. ഏത് നേരത്താണ് അവ ഇവനൊക്കെ എഞ്ചിനീയറിംഗിനെ കൊണ്ട് ചേർക്കാൻ തോന്നിയത്? ഗുഡ് മോർണിംഗ്. ഇല്ലാത്ത കാശുണ്ടാക്കിയ എഞ്ചിനീയറിംഗിനൊക്കെ ഇവനെ പഠിപ്പിക്കാൻ വിട്ടത്. അവന് ഇതിനെ പറ്റിയൊക്കെ വല്ല വിചാരമുണ്ടോ? എന്നും കാലത്ത് മുടങ്ങാതെ ഒരു ഡയലോഗ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന എൻ്റെ അമ്മയുടെ ഈ ഡയലോഗ് എല്ലാം കേട്ടാണ് ഞാൻ എന്നും എഴുന്നേൽക്കുന്നത്. ഇന്നെന്താ പാത്രം ഒന്നും വീണ് കാണാനില്ലല്ലോ. എന്താ ടൈമിങ്. ആ പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇന്നേക്ക് 150ാമത്തെ ദിവസം. ഇവനോടൊക്കെ ഇനി ഏത് ഭാഷയിലാണ് ഞാൻ പറയേണ്ടത്? കഴുത. കേട്ട് കേട്ട് ഓരോ ഡയലോഗ് എനിക്ക് മനപ്പാടായി. ഓരോരുത്തരൊക്കെ വന്ന് മകൻ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ എനിക്ക് തൊലി ഉരിഞ്ഞു പോവാ. അമ്മ പറയുന്ന ഈ ഡയലോഗുകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഉമ്മർത്ത് പത്രം വായിച്ചിരിക്കുന്ന ഇദ്ദേഹമാണ് എൻ്റെ അച്ഛൻ. ഭാര്യ പറയുന്നതെല്ലാം ശരിവെച്ചുകൊണ്ട് തലയാട്ടുള്ള ഈർപ്പ് കണ്ടാൽ പുള്ളിക്കാരൻ ഏതോ പഴയകാല സിനിമാ ഗാനം ആസ്വദിച്ചിരിക്കുകയാണ് എന്നേ കണ്ടാൽ പറയുള്ളൂ. മനസ്സ് മാത്രം മനസ്സ് മാത്രം. മോനെ അജു, നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ? തൊഴിലൊന്നും ആയില്ല അല്ലേ? ഓ, കല്യാണം, മരണം, കാതുകുത്ത് എന്നിങ്ങനെയുള്ള കുടുംബത്തിലെ പരിപാടികൾക്ക് ഒന്നും പോവാതെ മാറി നടക്കുന്നത് ഈ ഒരൊറ്റ ചോദ്യം പേടിച്ചുകൊണ്ടാ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഈ ഒരു ഒടുക്കത്തെ ചോദ്യം. നീ പല്ലിയൊക്കെയാണില്ലേ? അല്ല, ഷേവിയാണ്. വെറുതെ അല്ല നിനക്ക് തൊഴിലൊന്നും കിട്ടാതെ അങ്ങനെ വെറുതെ നടക്കണത്. ഓരോന്ന് പല്ലും തേച്ചിട്ട് നടക്കും. ഈ ചുമ എന്നുള്ളതാ. ഗ്രാജുവേഷൻ കഴിഞ്ഞ് വീട്ടിലിരിപ്പ് തുടങ്ങിയത് തൊട്ട് എന്നും കാലത്ത് ഞാൻ മുടങ്ങാതെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പണിയുണ്ട്. ഈ വീട് കടന്നു വേണം എന്നും പാല് വാങ്ങി എനിക്ക് തിരിച്ച് വീട്ടിലെത്താൻ. ശത്രുരാജ്യത്തിന്റെ അതിർത്തിയിൽ കൂടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനാ എന്നും എനിക്ക് ഇവിടെ എത്തുമ്പോൾ. ഒന്നും പറയണ്ട, കാര്യം പറയട്ടെ. താമണ ഇല്ലല്ലോ 2 ആഴ്ചയായിട്ട്. മോഹൻലാലിന്റെ പടത്തിലേ നല്ല സീനുണ്ട് പറഞ്ഞു അഭിനയിക്കായി. ഒന്നും പറയണ്ട, സിനിമ കാണുന്ന പോലെ മോഹൻലാല് എന്നെ വിടുന്നില്ല. ഊണ് കഴിച്ച് പോയാ മതി. എന്റെ കണാരേട്ടാ, ഞാൻ ഈ വീട്ടിൽ പാലൊന്നും കൊടുക്കട്ടെ. എനിക്ക് വീട്ടിൽ പാല് കൊടുക്കുന്ന കണാരേട്ടാ. എന്താ ഉണ്ണി പാലല്ലേ അവിടെ വെക്കി, അവിടെ അടക്കി വെക്കി. അല്ല, നീ ഇപ്പൊ പണിക്കൊന്നും പോലില്ല? ഇയാളുടെ ബടായി സഹിക്കാം. ഈ ചോദ്യമാണ് സഹിക്കാൻ വയ്യാത്തത്. എന്തൊരു കഷ്ടമാണല്ലേ. ഓരോരുത്തർ ജോലിയും കിട്ടി, പെണ്ണും കെട്ടി, വീടും കെട്ടി. എൻ്റെ മൈന ഒന്നും ആയില്ല അല്ലേ? പേടിക്കണ്ട കേട്ടാ, ഒക്കെ ശരിയാവും. പിന്നെ നീ എവിടെയോ ലോസാനിയ ആന്റണിയാ എവിടെയാ പോണ് പറഞ്ഞു? ഒന്നും ശരിയായില്ല. ലോസ് ഏഞ്ചൽസ്. അപ്പൊ കൊണ്ടുപോയില്ല പറഞ്ഞൂലേ? അല്ല, കമ്പനിയുടെ MD ടൂറിലാണ്. അവിടെ മലമുളിക്കാ?
അല്ലല്ല, ജർമ്മനി. പുള്ളി തിരിച്ചെത്തിയ ഉടനെ ഞാൻ പോവും. വലിയ രാജ്യമാണ് ജർമ്മനി. ഞാൻ 3 കൊല്ലം അവിടെ ഇരുന്നല്ലേ, പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല അവിടുന്ന്. അല്ല, അപ്പൊ നിന്റെ ആ പണിയും പോയാ? എന്റെ കണറേട്ടാ, ഞാൻ പോട്ടെ. നീ എവിടേക്കാ പോണ്? എന്റെ മകനെ +2 പാസ്സായി, 1300 മാർക്കുണ്ട്. അല്ല, പരീക്ഷ 1200-ലല്ലേ? അത് പണിയല്ലേ, ഇത് വേറെ സ്കൂളല്ലേ. പിന്നെ ഞാൻ ഇപ്പൊ എഞ്ചിനീയറിംഗ് വിടാൻ പറഞ്ഞിട്ടാണ്. എന്താ നിന്റെ അഭിപ്രായം? പിന്നെ എഞ്ചിനീയറിംഗ് അല്ലേ, എഞ്ചിനീയറിംഗ് തന്നെ ചേർക്കണം. നല്ല തീരുമാനമല്ലേ കണറേട്ടാ? അല്ല, എന്റെ മകന്റെ പഠിപ്പൊക്കെ കുറെ ആയില്ലേ? Actually, Kanareta, it is none of your bloody business. And if you don't mind, will you please shut your bloody mouth? നല്ല ബഹുമാനം എന്റെ മകൻ മനസ്സിൽ വെച്ചാ മതി. ആയിക്കോട്ടെ. എന്റെ മകൻ വിട്ടോ. ശരി, ഓക്കെ. ഓ, പാൽ കുപ്പി എടുത്തിട്ട് പോവാ. ഓഹോ, കാലത്ത് വന്ന പാലും എന്താ പറയാ. ശരി, അപ്പൊ കാണാം. ഇയാളോരോ നല്ല മര്യാദയുള്ള ചക്ക. എന്നിട്ട് എന്ത് കാര്യം, പണിക്ക് പോവില്ലല്ലോ. ഓരോ ചെക്കന്മാരെ. താരപ്പം മെസ്സേജ് ചെയ്യണ പഠിപ്പി അർജുൻ, ഇവനാ? ഹായ് ഡാ, ഐ ഗോട്ട് പ്ലേസ് ബ്രോ, ബട്ട് സാലറി ഇസ് എ ബിഗ് പ്രോബ്ലം. സ്റ്റാർട്ടിങ് ഓൺലി 30,000. സെർച്ചിങ് ഫോർ അനദർ ബെറ്റർ ഓപ്ഷൻസ് ടു. 30,000 രൂപ സാലറി ഉണ്ടായിട്ട് ചാട തെണ്ടി. ഇവിടെ മനുഷ്യന് 300 രൂപ കിട്ടാനില്ല. അപ്പോഴാ മറ്റേ മൂടോട്ടായാകെ മനുഷ്യന്റെ ഒരു ദിവസം കളയാനായിട്ട്. ഇവനെന്തിനാ എന്റെ അടുത്ത് പറയണേ? അമ്മ, ഞാൻ പോണു. കേക്കണ്ട, നിന്റെ മോൻ കളക്ടർ ഉദ്യോഗത്തിന് പോണെന്ന്. അച്ഛന്മാരടക്കം പഞ്ച് ടയർ ഓടിക്കുന്ന കാരാണ്. അച്ഛൻ പറഞ്ഞ പോലെ എന്നും ശുഷ്കാന്തിയോടെ പോകുന്ന ഒരു സ്ഥലം തന്നെയായത്. എന്റെ കൂടെ കളിക്കുന്ന ഇവർ പലരും എന്നെ പോലെ തന്നെ ബിടെക് ഗ്രാജുവേറ്റുകളാണ് എന്നതാണ് മറ്റൊരു സത്യം. അവന്റെ ലെഫ്റ്റിക്കലടാ, അവന്റെ റൈറ്റിക്കടിക്ക് ഇവൻ എന്ത് കാണിക്കും? ഇവിടെ ചേട്ടന്മാര് കളിക്കണില്ലേ? വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ. എന്തടാ അവര് വലിയ മെസ്സി നെയ്മറൊക്കെ, നിങ്ങൾ വാ, എനിക്ക് നമുക്ക് വീട്ടിൽ പോകാം. എന്താ സ്വന്തം പോസ്റ്റിനുള്ള ഗോൾ അടിക്കുന്ന പട്ടി. അതിനെന്താ ഗോൾ തന്നെയല്ലേ? ഒന്ന് പോടാ കൊടുത്തിട്ട് വാടാ. രാജു, നീ ഇവിടെ കളിച്ചോണ്ടിരിക്കണോ? നിന്റെ അച്ഛനെന്തോ പറ്റിയിട്ടുണ്ട്, ആശുപത്രി കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളൂ. നീ വേഗം പോവാൻ നോക്ക്, നിന്നെ വിളിച്ചിട്ട് കിട്ടില്ല എന്നാ പറഞ്ഞേ. എന്റെ ദൈവമേ, 22 മിസ് കോൾ. അല്ല, നമ്മുടെ കൃഷ്ണന്റെ മോനല്ലേ? അജു, എന്താ പറയാ, ഭയങ്കര കഷ്ടമാണ് ഉള്ളത് വെച്ചൊക്കെ. അവന് പണിയൂല്ലാന്ന്. അച്ഛാ, ഞാൻ ഇല്ലടോ, താനിങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഒരു ചെറിയ നെഞ്ചുവേദന, അതിനവരെല്ലാരും കൂടി എന്നെ ഹോസ്പിറ്റലിൽ വരെ എത്തിച്ച്. ഹോസ്പിറ്റലുകാർ കുറച്ച് കാശ് കിട്ടിയെന്ന് വെച്ച. ഈ മരണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ്. ചിലപ്പോൾ അത് പെട്ടെന്ന് ഇടിച്ചു കയറി വരും. ഈ വണ്ടി ഞാൻ എത്ര നാൾ ചവിട്ടി എത്തിക്കാവോ? എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ നീയേ ഉള്ളൂ. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല ഞാൻ. നീ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ കുറേയൊക്കെ മുൻപോട്ട് ചിന്തിക്കണം. അമ്മ പറയണ നീ കാര്യം കണ്ട, ആ പാവം നിന്റെ നല്ലതിന് വേണ്ടി പറയണതാ. നിനക്കൊക്കെ ശരിയാവണ ഒരു ദിവസം വരും. ഇത് ഞാൻ പറയണതല്ല, നിന്റെ അമ്മ പറയണതാ എന്നും രാത്രി. ശരി, നീ കൈയും കാലും കഴിവില്ലും കഴിക്കാൻ നോക്ക്. ഞാനൊന്ന് കിടക്കട്ടെ.
ഇങ്ങനത്തെ ഓരോ ചെക്കന്മാരുണ്ടായ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ പറയാ, പണിക്കും പോവില്ല, തൊഴിലിനും പോവില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാടായെങ്കിലും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയ ഒരു ദിവസമായിരുന്നു അത്. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഒരു ജോലി വാങ്ങിച്ചെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അന്നും എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ എന്നത്തെയും പോലെ അന്നും നിരാശ മാത്രമായിരുന്നു ബാക്കി. ഹലോ ഹലോ, ചോ റേഞ്ചും ഇല്ലല്ലോ. എന്തൊരു നാടായത്. ഞാനിതാ മാക്സിമം ഇന്ത്യയിലേക്കൊന്നും വരാത്ത. എക്സ്ക്യൂസ് മീ, അടുത്ത ബസ് എപ്പോഴാണ് ഉള്ളത്? തന്നോടാ ചോദിക്കുന്നേ. അടുത്ത ബസ് എപ്പോഴാണ് ഉള്ളത്? ഇപ്പോൾ വരും. ഇപ്പോൾ വരും അല്ലേ? ഇതുവഴി വോൾവോ ബസ് ഒന്നും വരില്ലേ? ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. ഹലോ, ഒരു 1000 റുപ്പീസിന് ചേഞ്ച് ഉണ്ടോ? ഹലോ, തന്നോടാ ചോദിക്കുന്നേ. ഒരു 1000 റുപ്പീസ് ചേഞ്ച്. ചേട്ടൻ എങ്ങടെ പോണ്ടേ? ടൗണിക്കല്ലേ? ഇതാ ഇത് മതി. താങ്ക് യു മാൻ, താങ്ക് യു. ചേഞ്ച് ഇല്ലാത്തോണ്ടാ കേട്ടോ. ബൈ ദ ബൈ, ഇയാൾ എന്താ ചെയ്യുന്നേ? ജോലി വലുതായോ? ആയില്ലെങ്കിൽ എത്ര ഒത്ത ഉണ്ടാക്കി തരൂ. ഈസി മാൻ, ഈസി. കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് ഫയൽസ് എല്ലാം കണ്ടപ്പോൾ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു വരുന്ന പോലെ തോന്നി. അതുകൊണ്ട് ചോദിച്ചതാണ്. ഏതാ ബ്രാഞ്ച്? ബി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എന്നിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞോ? ഇയാളെ കൊണ്ട് വലിയ ശല്യമല്ലോ അത്. ഇന്റർവ്യൂ എങ്ങനെയാ? തനിക്കെന്താ? താൻ എനിക്ക് കൊണ്ടുവന്ന് തരും ജോലി. തരുമെങ്കിൽ? അതേടോ, കാര്യമായിട്ട് പറഞ്ഞതാ. ഐ ക്യാൻ ഹെൽപ്പ് യു. ഇയാൾ എന്താ പ്രശ്നം എന്ന് പറയൂ. വാ, ഇവിടെ ഇരിക്കേ. ഇനി എന്താ തന്റെ പ്രശ്നം? പറയേ, കേക്കട്ടെ. പ്രശ്നങ്ങളേ ഉള്ളൂ. എന്ത് പ്രശ്നം? ഇവിടെയൊക്കെ ജോലി ഇടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഇടണമെങ്കിൽ ജോലിയും വേണം. അത് ശരിയാ. അപ്പോൾ ഇയാൾക്ക് അബ്രോഡ് എവിടെയെങ്കിലും ട്രൈ ചെയ്തൂടെ? USA, ജർമ്മനി, അങ്ങനെ എവിടെയെങ്കിലും? ഇവിടെ നോക്കിയിട്ട് നടക്കുന്നില്ല, പിന്നെ അവിടെ. അതൊന്നും നടക്കില്ല. സി, ഞാനൊരു ജോബ് കൺസൾട്ടന്റ് ആണ്. ഓരോ മാസവും ഇയാളെ പോലെ ഒത്തിരി ഗ്രാജുവേറ്റുകളെ ഞാൻ റിക്രൂട്ട്മെന്റിന് വേണ്ടി പല ഫോറിൻ കൺട്രികളിലേക്ക് അയക്കുന്നുണ്ട്. അല്ല, അപ്പോ നോക്കൂ, ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനിയുമായി ടൈപ്പ് ഉള്ള ഒരു കമ്പനിയാണ് ഞങ്ങളുടേത്. സോ ഇൻ ഷോർട്ട്, ഇയാളെ പോലുള്ള ഗ്രാജുവേറ്റുകളെയാ ഞങ്ങൾ നോക്കി നടക്കുന്നത്. അല്ല, ഇതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? സി, നിങ്ങൾ ഞങ്ങൾക്കൊരു 1 lakh തരികയാണെങ്കിൽ ഈ 1 lakh എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ഞങ്ങളുടെ കമ്മീഷനും പ്ലസ് അവിടെയുള്ള ചില ഓഫീസേഴ്സിന്റെ പോക്കറ്റിലേക്കുമാണ്. സോ 1 lakh ഞങ്ങളുടെ കൺസൾട്ടൻസിക്ക് തരികയാണെങ്കിൽ താൻ പിന്നെ ഒന്നും നോക്കണ്ട. അല്ല, ഈ 1 lakh എന്നൊക്കെ പറയുമ്പോ ഇനി ബസ് കാത്തുനിന്ന് എനിക്ക് വൈകും. അതുകൊണ്ട് ഇയാൾ എന്തായാലും എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യേ. ആലോചിച്ച്. ഇതാണ് എൻ്റെ കാർഡ്. ഓക്കെ? ഓട്ടോ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അറിയാ. കാര്യം ഇപ്പം എനിക്കൊരു ജോലി അത്യാവശ്യമാണ്. പക്ഷേ അയാൾ വെച്ച പൈസ 1,00,000 രൂപ. വീട്ടിലോ? അതൊന്നും ശരിയാവില്ലടാ. എന്നെ പഠിപ്പിക്കാനെടുത്ത് ലോണ് തന്നെ അടച്ചു തീരുന്നതേ ഉള്ളൂ. അപ്പോഴാ എന്തെങ്കിലും വഴി ഉണ്ടാക്കണം. എടാ ഞാൻ പിന്നെ വിളിക്കാടാ. എൻ്റെ പെൻഷനും PF-ഉം പിന്നെ അപ്പപ്പായിട്ട് നുള്ളിപ്പെറുക്കിയെടുത്ത് വെച്ച കാശ. നിനക്കൊരു ആവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വെറും കടലാസ് കഷ്ണങ്ങളല്ലേ? അല്ല അച്ഛാ, അത് നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നീ ഇത് ആൾക്കൊണ്ട കൊടുക്ക്, ഒക്കെ ശരിയാവോടാ. സ്വന്തമായിട്ടൊരു ജോലി, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ അധികമൊന്നും ആലോചിച്ചില്ല. ആ പൈസ ഞാൻ അയാളെ ഭദ്രമായിട്ട് ഏൽപ്പിച്ചു. പക്ഷെ അയാളെനിക്ക് തരാനിരുന്നൊരു ജോലിയല്ല, നല്ല 8ന്റെ പണിയാണ്. ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. MNCയിൽ ജോലി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ പരമ തെണ്ടിയെ ഞാൻ പലയിടത്തും അന്വേഷിച്ചു. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. ഇയാളെ പോലുള്ള ഗ്രാജുവേറ്റുകളെയാ ഞങ്ങൾ നോക്കി നടക്കുന്നത്. നീ ഇത് ആൾക്കൊണ്ട കൊടുക്ക്, ഒക്കെ ശരിയാവോടാ. ആരടാ അത്?
ഞാനല്ലെന്ന്. എടാ ആ പൈസ എന്റെ കയ്യിൽ ചെലവാക്കി പോയത് ഞാനല്ല എടുത്ത്. എന്നെ കേട്ട് ഓടിക്കല് എനിക്ക് BP ഉള്ളതാണ്. എടാ ഞാനല്ല. ആ പൈസ എന്റെ കയ്യിൽ ഇല്ലടാ. എന്റെ ദൈവം. അങ്ങനെ നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? നീ ഇങ്ങോട്ട് വാ. ബടായി മാത്രം പറയാൻ വായ തുറന്നിരുന്ന കണാരേട്ടൻ അന്ന് എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയത് ഒരു വലിയ മനുഷ്യന്റെ കൈകളിലേക്കായിരുന്നു. ഇക്കാലത്തും ഇങ്ങനെയുള്ള ചെറുപ്പക്കാരോ? ഇത് നമ്മുടെ നാട്ടിലെ സംഭവം ചക്കായി ഭയങ്കരമാണ്. ഇതൊക്കെ എന്ത്? എന്താ ഇയാളുടെ പേര്? സാർ, ഇത് നമ്മുടെ കൃഷ്ണന്റെ മകൻ അജു സാർ, കൊളവുമുക്കത്തെ. കൃഷ്ണ. ഓക്കെ, ഇയാൾ എന്താ ചെയ്യണേ? എവിടെ വർക്ക് ചെയ്യുന്നത്? എഞ്ചിനീയർ ഒക്കെ കഴിഞ്ഞ് തെക്കും പടക്കം നടക്കല്ലേ. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണോ? ഏതാ സ്ട്രീം? ബി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ അജിത്ത്, ഒരു കാര്യം ചെയ്യ്, നാളെ എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരൂ. എല്ലാ സർട്ടിഫിക്കറ്റ്സ് എടുത്തോളൂ, ഇതെന്റെ കാണാം. ഒരിക്കൽ ഒരു വിസിറ്റിംഗ് കാർഡ് എനിക്കൊരു ചിമിട്ടം പണി തന്നതാണ്. എങ്കിലും ഈ ഒരു വിസിറ്റിംഗ് കാർഡ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു ബാഗ് നിറയെ പണം തിരിച്ചു കൊടുത്ത സ്നേഹം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ കണ്ട മനുഷ്യൻ എൻ്റെ എക്സ്പീരിയൻസ് പോലും നോക്കാതെ എന്നെ പുള്ളിക്കാരൻ്റെ കമ്പനിയിലേക്ക് അങ്ങ് സെലക്ട് ചെയ്തു. ഇന്ന് അജിത് കൃഷ്ണ എന്ന ബിടെക് ഗ്രാജുവേറ്റ് ആയ ഞാൻ പല ഭാഗങ്ങളിലായി ശൃംഖലകളുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൽ മാസം തോറും തെറ്റില്ലാത്ത ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ദൈവം പലപ്പോഴും ജീവിതത്തിൽ കൂടെ നിൽക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അന്നത്തെ ദിവസം ഞാനത് ശരിക്കും അറിഞ്ഞു. അല്ലെങ്കിൽ ഒരുപാട് അന്വേഷിച്ചിട്ടും കാണാതിരുന്ന ആ ജോബ് കൺസൾട്ടൻറ്റ് തേണ്ടി അന്ന് എങ്ങനെയാണ് എൻ്റെ മുന്നിൽപ്പെട്ടത്? ആ ബാഗ് തട്ടിപ്പറിച്ച ആ കള്ളന് എങ്ങനെയാണ് എൻ്റെ നെഞ്ചത്തോട്ട് തന്നെ കയറാൻ തോന്നിയത്? കണാരേട്ടൻ എങ്ങനെയാണ് അവിടെ ആ സമയം എത്തിപ്പെട്ടത്? ഈ തലവര എന്ന് പറയുന്ന സംഭവം വെറും വിശ്വാസമാണ് എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാവരുടെ ജീവിതത്തിലും വരും ഒരു ദിവസം. അനുഭവിച്ച കഷ്ടതകളെല്ലാം നീങ്ങി ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം വരുന്ന ഒരു ദിവസം. ലൈഫിൽ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. താളം തുള്ളും തിരയുടെ മേലെ കിഴക്കും വാഴെടുത്തുന്നല്ല ഉച്ചത്തോടെ കളയത്തു.